ചാക്കോ ആൻഡ് റോസ് പോൾ യൂട്യൂബിലേക്ക് ഏവർക്കും സ്വാഗതം. തേക്ക് കൃഷി വളരെ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തേക്ക് കൃഷിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള കാര്യം ഉചിതമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക, ഏറ്റവും നല്ല പ്ലാന്റിംഗ് സ്റ്റോക്ക് നടീൽ വസ്തു തിരഞ്ഞെടുക്കുക. മാത്രമല്ല, അതെവിടെ കൃഷി ചെയ്യുന്നതോ ആ സ്ഥലം വളരെ കെയർഫുള്ളായിട്ടത് പരിപാലിക്കേണ്ടതും ആണ്. എങ്കിൽ മാത്രമേ അതിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം തേക്ക് ഒരു നീണ്ട ഒരു കാലത്തേക്ക് വളർത്തുന്ന ഒരു വിളയാണല്ലോ. അപ്പോൾ ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തേത് പറയാൻ ഉദ്ദേശിക്കുന്നത് നടീൽ വസ്തു എങ്ങനെയുള്ളതായിരിക്കണം. നടീൽ വസ്തു പല വിധത്തിലുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നാമതായിട്ട് പോളിത്തീൻ കവറുകളിൽ വിത്തുകളിട്ട് അത് മുളപ്പിച്ച് തൈയായിട്ടെടുത്ത് അത് നടുന്നത്. അതിന് ഒരു 3-4 വിത്തെങ്കിലും ഒരു ബാഗിൽ ഇടണം. എങ്കിലേ അതിൽ ഏറ്റവും നല്ലത് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്, ഈ ബാഗിലല്ല, പുറത്ത് നഴ്സറികളിൽ ഒരു വർഷമായിട്ട് നട്ടു വളർത്തിയിട്ടുള്ള തൈകൾ എടുത്ത് അതിൽ നിന്ന് 1 ഇഞ്ച് ശിഖരഭാഗവും ഏകദേശം 6 മുതൽ 8 ഇഞ്ച് വരെയുള്ള വേരുഭാഗവും നിലനിർത്തിക്കൊണ്ട് അതിനെയാണ് സ്റ്റമ്പ് എന്ന് പറയുന്നത്. സ്റ്റമ്പ് നടുന്നതിന് സ്റ്റമ്പ് പ്ലാന്റിംഗ് എന്ന് പറയും. ഒന്നാമത് ഞാൻ പറഞ്ഞു കൂടത്തൈകൾ, രണ്ടാമത് സ്റ്റമ്പ്, മൂന്നാമതൊരു കാറ്റഗറി ആണ് ഇതുപോലുള്ള റൂട്ട് ട്രെയിനർ. പ്ലാസ്റ്റിക് റൂട്ട് ട്രെയിനറുകളിൽ ഈ തൈകൾ വളർത്തി, അതും 3-4 മാസമായിട്ടുള്ള തൈകൾ വളർത്തി അതിൽ നിന്നെടുത്ത് പുറത്തേക്ക് എടുത്തതിന് ശേഷം നടാവുന്നതാണ്. ഈ രീതി വനംവകുപ്പിൽ വളരെ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പുനരുപയോഗിക്കാവുന്ന റൂട്ട് ട്രെയിനർ, പ്ലാസ്റ്റിക് കൊണ്ടുള്ളതോ PVC കൊണ്ടുള്ളതോ കൂടാതെ അടുത്ത കാലത്തായിട്ട് വയർ ബേസ്ഡ് ആയിട്ടുള്ള റൂട്ട് ട്രെയിനറുകൾ ഉണ്ടാക്കി അതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് തൃശ്ശൂരിലുള്ള പീച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേരള വനംവകുപ്പുമായിട്ട് ചേർന്ന് സിൽവിക്കൾച്ചർ വിഭാഗത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഫീൽഡിലേക്ക് പ്ലാന്റ് ചെയ്ത് അതിൻ്റെ വളർച്ചയും നോക്കി അതിനുശേഷം അത് ഡിപ്പാർട്ട്മെൻറ്റിനും മറ്റ് ആൾക്കാർക്കും പ്രയോജനകരമായ രീതിയിൽ വ്യാപിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കൂടത്തൈകൾ നമ്മൾ ഫീൽഡിൽ നടുന്നതിന് മുമ്പ് അതിൻ്റെ ഇലയുടെ ഒരു പകുതി ഭാഗം നമ്മളത് കത്രിക കൊണ്ട് മുറിച്ച് കളയേണ്ടതാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ നട്ട് കഴിയുമ്പോൾ മഴയുടെ ദൗർലഭ്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇല പ്രതലം കൂടുതലുണ്ടെങ്കിൽ അത് ട്രാൻസ്പിറേഷൻ കൂടുതലായിട്ട് പ്ലാന്റിൽ കൂടെ നടക്കും. ട്രാൻസ്പിറേഷൻ നടന്ന് അതിൽ നിന്ന് മോയ്സ്ചർ, ജലാംശം പോയതിന് ശേഷം ഉണങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇല ഭാഗികമായിട്ട് മുറിച്ച് നീക്കിയ ഒരു കൂടത്തൈയാണിത്. ഇപ്പോൾ ഈ തൈയെ ഞാനൊരു സ്റ്റാൻഡേർഡ് തൈയായിട്ട് കണക്കാക്കുന്നു. ഈ തൈ നമ്മൾ ഫീൽഡിലേക്ക് നടാൻ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ കൂട നീക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ചെയ്യുന്നത്, ഫീൽഡിൽ അവിടെ ജോലി ചെയ്യുന്നവർ പറയും, എനിക്ക് ഇത്ര നാളത്തെ പരിചയമുണ്ട്, ഞാനത് വലിച്ചു കീറിക്കൊള്ളാം എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടത്തൈ കീറുന്നതിനോടൊപ്പം തന്നെ മണ്ണും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ടത്, ഒരു കത്തി, ഒരു മൂർച്ചയുള്ള ഒരു ബ്ലേഡ്
നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നിട്ട് അതുകൊണ്ട് വേണം ഇതിനെ മുറിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആ ബ്ലേഡ് കൊണ്ട് മുറിച്ചതിന് ശേഷം വളരെ സൂക്ഷിച്ച് മണ്ണ് പൊട്ടാതെ അതിൽ നിന്ന് എടുത്ത് നടേണ്ടതാണ്. അപ്പോൾ നടുന്ന ദിവസം നമ്മളധികം വെള്ളം ഒഴിക്കുകയോ ഒന്നും അതിന് ചെയ്യാൻ പാടില്ല. ചില വേരുകളൊക്കെ ഇതിൽ നിന്ന് കുറേശ്ശെ പുറത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കത്രിക കൊണ്ട് മുറിച്ച് കളയുക. ഈ തൈ നമുക്ക് ഫീൽഡിൽ നടാവുന്നതാണ്. നടുന്നതിന് കുറഞ്ഞത് 1 അടി നീളം, 1 അടി വീതി, 1 അടി ആഴമെങ്കിലുമുള്ള കുഴി എടുക്കേണ്ടതാണ്. 1.5 അടി ആണെങ്കിൽ വളരെ ഉത്തമം. തുടക്കത്തിൽ ചാണകമോ കാലിവളമോ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. വളർച്ച നോക്കിയതിന് ശേഷം രാസവളങ്ങളോ വേണമെങ്കിൽ, അതിൽ രാസവളങ്ങളൊക്കെ ഇടുമ്പോൾ മണ്ണ് പരിശോധന കഴിച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. മണ്ണ് അമ്ല ഗുണമാണ് കൂടുതലെങ്കിൽ നമ്മൾ അതിന് കുമ്മായം ചേർത്ത് ആ അമ്ല ഗുണം കുറയ്ക്കേണ്ടതാണ്. അതായത് pH ന്യൂട്രലാകുന്ന വിധത്തിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒരു 6.5 മുതൽ 7.5 വരെ pH ഉണ്ടെങ്കിൽ തേക്കിന് നല്ലതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നീട് നമുക്ക് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.